ഹലോ നമസ്കാരം. നാളത്തെ എപ്പിസോഡിൻ്റെ സ്റ്റോറിയായിട്ട് പറയാൻ പോകുന്നത് മഴതോറും മുമ്പയുടെ നാളത്തെ അടിപൊളി എപ്പിസോഡിൻ്റെ സ്റ്റോറിയാണ് പറയാൻ പോകുന്നത്. അങ്ങനെ അലീനയെയും കൂട്ടിയിട്ട് ബാലചന്ദ്രൻ വീട് വിട്ട് പോയേക്കാണ്. അലീനയെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടത് കാരണം ബാലചന്ദ്രനും വീട് വിട്ട് പോയേക്കാണ്. കൂടെ കൃഷ്ണമോളും പോയിട്ടുണ്ട്. വഴിയിൽ നിന്ന് അലീനയെ കൂടി കാറിൽ കയറ്റിയിട്ട് അവരൊരു റിസോർട്ടിലേക്കാണ് പോയിട്ടുള്ളത്. അതേസമയം ഇവരൊക്കെ ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവരുടെയൊക്കെ വൈജയുടെയും രാജീവിൻ്റെയും ഒക്കെ ഒരു ചിന്ത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ തന്നെ അലീനയെ അന്വേഷിച്ച് പോയിട്ട് അധികം വൈകാതെ ബാലചന്ദ്രൻ തിരിച്ചെത്തും എന്നുള്ളതാട്ടോ. പക്ഷേ അങ്ങനെയൊന്നുമല്ല സംഭവിച്ചേക്കുന്നത്. ബാലചന്ദ്രൻ അലീനയും കൃഷ്ണയും കൂട്ടിയിട്ട് നേരെ ഒരു റിസോർട്ടിലേക്കാണ് പോയേക്കുന്നത്. അവിടെ റൂം എടുത്ത് അവിടെ സ്റ്റേ ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അലീനയെ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. നീ എല്ലാ കാര്യങ്ങളും മറക്കണം എന്ന് ഞാൻ പറയുന്നില്ല, മനസ്സിൻ്റെ ഒരു കോണിലേക്ക് അതൊന്ന് മാറ്റി വെച്ചേക്ക് തൽക്കാലം, നമുക്ക് ഇനിയൊരു പുതിയൊരു ലൈഫ് തുടങ്ങാം എന്നൊക്കെ പറയുന്നുണ്ട്. അലീനയാണെങ്കിൽ ആകെ വിഷമിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അന്നേരം ബാലചന്ദ്രൻ പറയുന്നുണ്ട്, എൻ്റെ ജീവിതത്തിലും എൻ്റെ കുടുംബത്തിലൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ ഇപ്പോൾ സംഭവിച്ചോ അതിലൊക്കെ ഒരു പ്രധാന പങ്ക് നിനക്കും ഉണ്ട് എന്ന് പറയാണ്. അത് കേട്ടിട്ട് അലീന ഇങ്ങനെ വിഷമത്തോട് കൂടിയിട്ട് നോക്കുന്നുണ്ട് കേട്ടോ. സാർ ഞാൻ എന്ന് പറയുമ്പോൾ നീ ഒന്നും പറയണ്ട, എനിക്കറിയാം നിനക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനും ഒക്കെ ഉണ്ടെന്ന്, ഞാനൊക്കെ ചോദിക്കാം എന്ന് പറയണം. ഇപ്പോൾ നമുക്ക് സമാധാനമായി സ്വസ്ഥമായിട്ടിരിക്കാം, പോയി ഒന്ന് ഫ്രഷ് ആയിക്കോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അലീനയോട്. അപ്പോൾ അലീനയാണെങ്കിൽ ആകെ വിഷമത്തോട് കൂടിയിട്ട് അങ്ങനെ ഫ്രഷ് ആവാനൊക്കെ ആയിട്ട് പോവുകയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കൃഷ്ണമോളോട് ബാലചന്ദ്രൻ സംസാരിക്കുന്നുണ്ട്. കൃഷ്ണമോളാണെങ്കിൽ അവിടെ ഇങ്ങനെ ആ ബെഡിൽ ആകെ വിഷമിച്ചിട്ടിരിക്കുക കേട്ടോ. അന്നേരം ബാലചന്ദ്രൻ കൃഷ്ണമോളുടെ അടുത്ത് ചെന്നിരിക്കുന്നുണ്ട്. അച്ഛ എന്താ ഇതൊക്കെ, നമ്മൾ ഇനി വീട്ടിലേക്ക് പോകുന്നില്ലേ, നമ്മൾ ഇവിടെയാണോ നിൽക്കുന്നത്, എനിക്ക് സ്കൂളിലൊന്നും പോവണ്ടേ എന്നൊക്കെ ചോദിക്കുകയാണ്. മോളെ ഒരു 2-3 ദിവസം സ്കൂളിൽ പോയില്ല എന്നോർത്ത് കുഴപ്പമൊന്നുമില്ല എന്ന് ബാലചന്ദ്രൻ പറയുന്നുണ്ട് കേട്ടോ. അതല്ല അച്ഛാ, എന്നാലും എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞതല്ലേ മോളോട് അവിടെ വേണമെങ്കിൽ ഇറങ്ങിക്കോ എന്ന്. അത് പറ്റില്ല അച്ഛാ, അച്ഛനെ ഒറ്റയ്ക്ക് ഞാൻ എങ്ങനെ വിടും എന്ന് ചോദിക്കുകയാണ്. അച്ഛനെ ഒറ്റയ്ക്കല്ലല്ലോ, അലീന ചേച്ചി ഇല്ലേ എന്ന് പറയട്ടോ. അപ്പോൾ അലീന ചേച്ചി ഉണ്ടെങ്കിലും ഞാനും കൂടി ഉള്ളത് നല്ലതല്ലേ അച്ഛാ, അച്ഛനും അലീന ചേച്ചിയും മാത്രം ഇവിടെ ഇങ്ങനെ ഹോട്ടലിലൊക്കെ വന്ന് റൂം എടുത്തു കഴിഞ്ഞാൽ അമ്മയും അങ്കിളും ഒക്കെ അതിന് വേറെ മോശമായിട്ട് പറയത്തില്ലേ എന്ന് പറയണം. അത് ശരിയാണ് മോള് പറഞ്ഞത്, മോളുള്ളത് എനിക്ക് നല്ലൊരു ബലം തന്നെയാണ്, നീ കൂടി ഉള്ളത് എനിക്ക് അത്രയും ആശ്വാസം തന്നെയാണ് എന്ന് ബാലചന്ദ്രൻ പറയുന്നുണ്ട് കേട്ടോ. എന്നാലും വെച്ചാൽ നമ്മളെപ്പോഴും ഇനി വീട്ടിലേക്ക് പോവുക, നമ്മളിനി വീട്ടിലേക്ക് പോവത്തില്ലേ എന്നൊക്കെ ചോദിച്ചിങ്ങനെ സങ്കടപ്പെടണം. എനിക്ക് വീട്ടിലേക്ക് പോകുന്ന കാര്യം ആലോചിച്ചിട്ട് തന്നെ പേടിയാകുന്നു, അവിടെ എന്തൊക്കെയായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്നൊക്കെ ഇങ്ങനെ പറയണേ കൃഷ്ണമോള്. അന്നേരം ബാലചന്ദ്രൻ പറയുന്നുണ്ട്, മോളിപ്പോൾ തൽക്കാലം അതൊന്നും ആലോചിക്കണ്ട, നമ്മൾ ഒരു 2 ദിവസം കുറച്ച് ദിവസം നമ്മളൊരു റിസോർട്ടിൽ ടൂർ വന്നേക്കുന്നു, അടിച്ചു പൊളിക്കുന്നു, അത്രയും ചിന്തിച്ചാൽ മതി എന്ന് പറയാട്ടോ. അന്നേരം പറയുന്നുണ്ട്, എന്നാലും വെച്ചാൽ എനിക്ക് ഇവിടേക്ക് ഇതൊക്കെ ആലോചിച്ച് ആകെ ഒരു ടെൻഷൻ എന്ന് പറയണം. അന്നേരം ബാലചന്ദ്രൻ കൃഷ്ണമോളോട് പറയുന്നുണ്ട്, മോളെ ഞാനൊരു ഉരുക്ക് മനുഷ്യനൊന്നുമല്ല, എനിക്കും ഉണ്ട് സന്തോഷവും സങ്കടവും വികാരങ്ങളും ഒക്കെ, അതൊന്നും ആരും ഇതുവരെ പരിഗണിച്ചിട്ട് പോലും ഇല്ല എന്ന് പറയാട്ടോ. കൃഷ്ണമോളാണെങ്കിൽ ആകെ വിഷമത്തോട് കൂടിയിട്ട് ബാലചന്ദ്രൻ പറയുന്നതൊക്കെ കേട്ടിരിക്കുകയാണ്. അന്നേരം ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നമുക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം, എനിക്ക് എൻ്റെ കുടുംബം പാതി വഴിയിൽ നഷ്ടപ്പെട്ട് നിൽക്കുകയാണ് ഞാൻ. എൻ്റെ 22-23 വർഷത്തെ എൻ്റെ കുടുംബ ജീവിതം, ഞാൻ എൻ്റേതെന്ന് സ്വപ്നം കണ്ട് എൻ്റേതെന്ന് അഹങ്കരിച്ച് എൻ്റെ കുടുംബം, എൻ്റെ കുടുംബ ജീവിതം, എൻ്റെ ജീവിതമൊക്കെ നഷ്ടപ്പെട്ട് ഒരു പെരുവഴിയിൽ നിൽക്കുന്ന ഒരവസ്ഥയാണ് ഞാൻ. ഇനിയെല്ലാം ഒന്നിൽ നിന്ന് തുടങ്ങണം എന്ന് പറയണം. പക്ഷേ ഒന്നും തന്നെ കൃഷ്ണമോൾക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. കൃഷ്ണമോൾ പറയുന്നുണ്ട്, അച്ഛൻ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല അച്ഛ എന്ന് പറയുമ്പോൾ ഒക്കെ മനസ്സിലാക്കി തരാം മോളെ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ കൃഷ്ണയാണെങ്കിൽ അച്ഛൻ എന്തെങ്കിലുമൊക്കെ പറയുമായിരിക്കും, എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങൾ തന്നോട് പറയും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് കൃഷ്ണയും ഇരിക്കുന്നത്. അങ്ങനെ അലീന പിന്നീട് കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷ് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. അതേപോലെ ബാലചന്ദ്രനും ഒന്ന് പോയി ഫ്രഷായി ഡ്രസ്സൊക്കെ മാറുന്നുണ്ട്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കടപ്പാട്ടൂർ വീടാണ്. വൈജയന്തി ആണെങ്കിൽ ബാലചന്ദ്രനെ കുറിച്ച് ഒരു വിവരവും ഇല്ലാഞ്ഞിട്ട് ആകെ ടെൻഷൻ അടിച്ചിരിക്കുക കേട്ടോ. കാരണം രാത്രി ഒരുപാട് ലേറ്റായിട്ടും അവർ തിരിച്ചു വന്നിട്ടില്ല. അപ്പോൾ വൈജയന്തിക്ക് കൂടുതൽ ടെൻഷൻ കൃഷ്ണമോളെ ഓർത്തിട്ടാണ്. കൃഷ്ണമോളും കൂടെ ബാലചന്ദ്രൻ്റെ കൂടെ പോയിട്ടുണ്ടല്ലോ, അത് ഓർത്തിട്ടാണ് കൂടുതൽ ടെൻഷൻ.
കൃഷ്ണമോളെയും കൂട്ടിയിട്ട് ബാലചന്ദ്രൻ എങ്ങോട്ടേക്കായിരിക്കാം പോയിട്ടുണ്ടാവുക, ഒരു വിവരവും ഇല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ ബാലചന്ദ്രൻ്റെ ഫോണിലേക്ക് വിളിക്കാനാണെങ്കിൽ അതും വൈജയന്തിക്ക് പേടിയുണ്ട് കേട്ടോ. വൈജയന്തി ആണെങ്കിൽ രാജീവിനെ വിളിക്കുകയാണ്. രാജീവേട്ട ഇതുവരെ അവർ തിരിച്ചു വന്നില്ലല്ലോ, എനിക്ക് ആകെ പേടിയാകുന്നു, കൃഷ്ണമോളും കൂട്ടിയിട്ടല്ലേ ബാലചന്ദ്രൻ പോയേക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ അവളുടെ അച്ഛൻ്റെ കൂടെയല്ലേ, അവളുടെ അച്ഛൻ്റെ കൂടെ അവൾ സുരക്ഷിതയായിരിക്കും എന്ന് പറയണം. എന്നാലും അവൾക്ക് സ്കൂളൊക്കെ ഉള്ളതല്ലേ, നാളെ സ്കൂളിലേക്ക് പോവേണ്ടതല്ലേ, അവളെയും കൂടിയിട്ട് ഇങ്ങനെ പോയിട്ട് തിരിച്ചു വന്നില്ലെങ്കിൽ അവർ എവിടേക്കായിരിക്കും പോയിട്ടുണ്ടാവുക, എനിക്ക് ആകെ പേടിയാകുന്നു, ഇനി എങ്ങാനും എറണാകുളത്തേക്ക് പോയിട്ടുണ്ടാവോ എന്നൊക്കെ പറയുമ്പം എറണാകുളത്തേക്കൊന്നും പോകാൻ സാധ്യതയില്ല എന്ന് പറയണം. പക്ഷേ അലീനയെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് എറണാകുളത്തേക്ക് പോയിട്ടുണ്ടെങ്കിലോ എന്നൊക്കെ ചോദിക്കട്ടോ. അപ്പോൾ രാജീവനും അതിൽ അത്രയ്ക്കും ഒരു ഉറപ്പ് പറയാൻ പറ്റുന്നില്ല കേട്ടോ. ഞാനൊന്ന് അന്വേഷിക്കട്ടെ, ഞാൻ വിളിക്കാം, ഞാൻ മനുവിനോടൊന്ന് ചോദിക്കട്ടെ, അവൻ്റെ കയ്യിൽ എറണാകുളത്തെ നമ്പർ എങ്ങാനും ഉണ്ടോ എന്ന് ഞാൻ ചോദിക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് രാജീവ്. അങ്ങനെ രാജീവ് ഫോൺ വെക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് രാജീവ് ഭക്ഷണം കഴിക്കാൻ അങ്ങോട്ട് ചെല്ലുന്ന കേട്ടോ. അപ്പം മനുവും ഭക്ഷണം കഴിക്കാനായിട്ട് ഇരിക്കുന്നുണ്ട്. ആ സമയത്ത് മനു പറയുന്നുണ്ട്, എന്താണെങ്കിലും അങ്കിള് ചെയ്തത് ഏറ്റവും വലിയ മോശം പരിപാടിയായി പോയി, ആരോടും ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് പറയുമ്പോൾ നിങ്ങളെ കൊണ്ടൊന്നും പറ്റിയില്ലല്ലോ, ഞാൻ വന്നതുകൊണ്ടല്ലേ ഇപ്പോൾ അവളെ ഇറക്കി വിടാൻ പറ്റിയത് എന്ന് പറയണം. എന്നിട്ടിപ്പോൾ അങ്കിൾ എന്ത് നേടി, കൊച്ചച്ഛൻ എന്ത് നേടി, അവളെ ഇറക്കി വിട്ടത് മാത്രമാണോ ഇവിടെ സംഭവിച്ചത്, അലീനെ ഇറക്കി വിടാൻ കഴിഞ്ഞു നിങ്ങൾക്ക്, ശരിയാണ്, അതിൽ നിങ്ങൾ വിജയിച്ചു എന്ന് പറയാം. പക്ഷെ അതിനുശേഷം വൈജയന്തിയുടെ ജീവിതം സന്തോഷവും സമാധാനവും കിട്ടിയോ, വൈജയന്തിക്ക് സമാധാനക്കേട് കൂടുകയല്ലേ ഉണ്ടായിട്ടുള്ളൂ എന്നിങ്ങനെ പറയാം കേട്ടോ. അപ്പോൾ രാജീവൻ അങ്ങനെ ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ കമല പറയുന്നുണ്ട്, അതിപ്പോൾ ബാലചന്ദ്രൻ വണ്ടി എടുത്തുകൊണ്ട് പോകുമെന്ന് ആരെങ്കിലും പ്രതീക്ഷിച്ചോ എന്ന് ചോദിക്കുമ്പോൾ അങ്കിള് മുൻകൂട്ടിയെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അലീന ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ നിമിഷം തന്നെ അങ്കിളും അവിടെ നിന്ന് ഇറങ്ങുമെന്ന്. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നിട്ടും അലീനയെ പറഞ്ഞയക്കാനായിട്ട് ഇങ്ങനെ ധൃതി കാണിച്ചില്ലേ. അങ്കിളാണെങ്കിൽ ഇപ്പോൾ ഒരു ഹാർട്ട് പേഷ്യൻ്റാണ്, ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് റെസ്റ്റ് എടുക്കേണ്ട ടൈമിലാണ് ഇപ്പോൾ കാറൊക്കെ എടുത്ത് ഡ്രൈവ് ചെയ്തുകൊണ്ട് പോയേക്കുന്നത്. അതും അങ്കിളിൻ്റെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെ നന്നായിട്ട് ബാധിക്കും എന്നൊക്കെ ഇങ്ങനെ പറയണം മനു. പിന്നെ പറയുന്നുണ്ട് രാജീവിനോട്, എന്താണെങ്കിലും കൊച്ചച്ഛന് തിരിച്ചു പോകാനുള്ള കാര്യത്തിലൊരു തീരുമാനമായി. ഇനിയിപ്പോൾ ഒരു വലിയൊരു ക്രൈം ചെയ്തേക്കാണ് കൊച്ചച്ഛൻ. ഞാൻ എന്ത് ക്രൈം ചെയ്തു, പിന്നെ ഒരു വീട്ടിൽ അതിക്രമിച്ച് കയറിയിട്ട് അവിടെ നിന്ന് ആൾക്കാരെ ഇറക്കി വിട്ടു എന്ന് ബാലചന്ദ്രൻ അങ്കിൾ കേസ് കൊടുത്തു കഴിഞ്ഞാൽ കൊച്ചച്ഛൻ എങ്ങനെ തിരിച്ചു പോകും? ഒരു വീട്ടിൽ അതിക്രമിച്ച് കയറിയിട്ട് അവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത് വലിയ ക്രൈം തന്നെയാണെന്ന് പറയണം മനു. കമലയ്ക്കാണെങ്കിൽ അത് കേട്ടിട്ടാകെ പേടിയാവുന്നുണ്ട്. മനു, നീ ഇങ്ങനെ പേടിപ്പിക്കാതെ, ബാലചന്ദ്രൻ അങ്ങനെ കേസിനൊന്നും പോവത്തില്ല എന്ന് പറയുമ്പോൾ അമ്മേ, അങ്കിള് ആകെ നിലവിട്ട് നിൽക്കുകയാണ്. എന്താണ് അങ്കിള് ചെയ്യാൻ പോകുന്നത് എന്ന് പോലും നമുക്കറിയത്തില്ല. ഇപ്പോൾ തന്നെ നോക്കി, അലീനെ ഇറക്കി വിട്ട സമയത്ത് തന്നെ ഒരു നിമിഷം പോലും പാഴാക്കാതെ, ഒരാളെ പോലും ചോദ്യം ചെയ്യാതെ, ആരോടെങ്കിലും എന്തെങ്കിലും പറയുക പോലും ചെയ്യാതെ അപ്പോൾ തന്നെ അങ്കിള് വീട് വിട്ട് പോയില്ലേ. എവിടെ പോയി എന്നോ എവിടെയാണെന്നോ അലീനയെ കണ്ടു കിട്ടിയോ എറണാകുളത്തിന് പോയോ ഒന്നും തന്നെ ആർക്കും അറിയത്തില്ല എന്ന് പറയട്ടെ. അപ്പോൾ രാജീവ് പറയുന്നുണ്ട്, നിനക്ക് ആ എറണാകുളത്തെ നമ്പർ അറിയാവോ, അവിടേക്കൊന്ന് വിളിച്ച് ചോദിച്ചാൽ അലീന അവിടെ എത്തിയോ എന്നും അതല്ല ബാലചന്ദ്രൻ അവിടേക്ക് എത്തിയിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ കഴിയും എന്ന് പറയുമ്പോൾ എൻ്റെ കയ്യിൽ അവരുടെ നമ്പർ ഒന്നും ഇല്ല എന്ന് പറയണം മനു. കാരണം മനുവിൻ്റെ കയ്യിൽ നമ്പർ ഉണ്ട് രേവതിക്കുട്ടിയുടെ, പക്ഷെ മനു അങ്ങനെ കേട്ടോ പറയുന്നത്. അത് നീ കള്ളം പറയല്ലേ, നിൻ്റെ കയ്യിൽ നമ്പർ ഉണ്ടായിരിക്കും എന്ന് പറയുമ്പോൾ ഞാൻ കള്ളമൊന്നുമല്ല പറയണത്, നിങ്ങൾ തന്നെ ഉണ്ടാക്കിയ പ്രശ്നങ്ങളല്ലേ, നിങ്ങൾ തന്നെ ഇതിനൊക്കെ അന്വേഷിച്ച് കണ്ടെത്തി ഒരു പരിഹാരം ഉണ്ടാക്കുക എന്ന് പറയട്ടോ മനു. അങ്ങനെ മനു അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വൈജയന്തി കേട്ടോ. വൈജയന്തി ആണെങ്കിലും ആകെ ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ നടക്കുകയാണ്. ഇനിയിപ്പോൾ എന്ത് ചെയ്യും, ബാലചന്ദ്രൻ ഇറങ്ങിപ്പോയി ഇതുവരെയായിട്ട് തിരിച്ചു വന്നിട്ടുമില്ല. അതിൻ്റെ ഒരു വിഷമത്തിൽ ബാലചന്ദ്രൻ ഇറങ്ങിപ്പോയതിനേക്കാളും കൂടുതലായിട്ട് കൃഷ്ണമോളും കൂടി പോയിട്ടുണ്ടല്ലോ. അപ്പോൾ കൃഷ്ണമോളെക്കുറിച്ചും ഒരു വിവരവുമില്ല. അതിൻ്റെ ഒരു വിഷമത്തിൽ ഇങ്ങനെ ആകെ തകർന്ന ഒരു മനസ്സുമായിട്ട് ഇരിക്കുകയാണ് വൈജയന്തി. വൈജയന്തിക്ക് ശരിക്കും നല്ലൊരു പണിയാണ് കിട്ടിയേക്കുന്നത്. ഒരിക്കലും ഇങ്ങനെയൊന്ന് ബാലചന്ദ്രൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചതേ അല്ല കേട്ടോ. അങ്ങനെ ആകെ വിഷമിച്ചിങ്ങനെ ഇരിക്കുകയാണ് വൈജയന്തി. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കൃഷ്ണമോളെയും അതുപോലെ അലീനയും ബാലചന്ദ്രനെയാണ് കേട്ടോ. അപ്പോൾ അവരിങ്ങനെ സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ അലീനയെ വിളിച്ചിട്ട് ബാലചന്ദ്രൻ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. നീ എന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ സാർ ഞാൻ പൊക്കോളാം എന്ന് പറയാണ്. എങ്ങോട്ട് പോകാനാണ്, എൻ്റെ അനുവാദം കൂടാതെ നിനക്ക് ഇവിടെ നിന്ന് പോകാൻ പറ്റുമോ, ഞാൻ അതിന് സമ്മതിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അതല്ല സാർ, ഞാൻ പോയി കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും സോൾവ് ആകുമെങ്കിൽ അതല്ലേ നല്ലത്, ഞാൻ പോകുന്നത് തന്നെയല്ലേ നല്ലത് എന്ന് ചോദിക്കുമ്പോൾ നീ
പോകുന്നത് നല്ലതാണോ ചീത്തതാണോ എന്നുള്ളത് നീ നോക്കണ്ട, എനിക്ക് നല്ലത് നീ പോകാതിരിക്കുന്നതാണ് എന്ന് പറയുമ്പോൾ അതല്ല മറ്റുള്ളവർക്കൊക്കെ മാഡത്തിനും അതുപോലെ മക്കൾക്കൊക്കെ നല്ലത് അതല്ലേ, ഇപ്പോൾ കൃഷ്ണമോൾക്കാണെങ്കിലും ഞാൻ പോയാൽ മതി എന്ന് തന്നെയായിരുന്നു എന്ന് പറയട്ടെ. അപ്പോൾ കൃഷ്ണമോൾ അത് കേട്ടിട്ട് അയ്യോ ചേച്ചി ഞാനത് അവരെല്ലാവരും കൂടി പറഞ്ഞപ്പോൾ പ്രശ്നമൊക്കെ സോൾവ് ആകുമെങ്കിൽ ആവട്ടെ എന്ന് കരുതിയിട്ടാ എന്ന് പറയുന്നുണ്ടോ. എനിക്കറിയാം മോൾക്ക് എന്നോട് ഒരുപാട് സ്നേഹമാണെന്ന് എനിക്കറിയാം, പക്ഷേ ആരാണെങ്കിലും സ്വന്തം കുടുംബത്തിലെ കാര്യങ്ങൾ മാത്രമല്ലേ നോക്കുള്ളൂ ചിന്തിക്കുള്ളൂ. അതുകൊണ്ട് നീ കൂടുതലും പ്രാധാന്യം കൊടുത്തത് നിൻ്റെ കുടുംബത്തിനാണ്, അതിന് ഞാൻ നിന്നെ തെറ്റ് പറയുന്നൊന്നുമില്ല എന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട് മതി നിർത്ത്, നീ എന്താണ് ഈ പറഞ്ഞു പോകുന്നത്, നീ പിന്നെ എവിടുന്ന് വന്നതാ, നീ പിന്നെ ആരാണ് എന്നൊക്കെ ചോദിക്കുക കേട്ടോ. അവളാണെങ്കിൽ അലീനയാണെങ്കിൽ ആകെ വിഷമിച്ച് പോകണം, ബാലചന്ദ്രൻ ഇപ്പോൾ എല്ലാ കാര്യങ്ങളും പറയുമോ എന്നൊക്കെ പേടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട് നീയും എൻ്റെ മകൾ തന്നെയാണ്, പറഞ്ഞു വരുമ്പോൾ എൻ്റെ മൂത്ത മകളായി ജനിക്കേണ്ടിയിരുന്നത് നീ ആയിരുന്നില്ലേ എന്നിങ്ങനെ പറയാം കേട്ടോ ബാലചന്ദ്രൻ. അത് കേട്ടിട്ട് അലീന ആകെ ഷോക്കാവുന്നുണ്ട്, കൃഷ്ണയും ആകെ ഷോക്കാവും കേട്ടോ. അച്ഛൻ എന്താ അങ്ങനെ പറഞ്ഞു എന്നുള്ള രീതിയിൽ. അത് സാർ എന്നൊക്കെ പറയുമ്പോൾ കൂടുതലൊന്നും പറയണ്ട, എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കണ്ട എന്ന് പറയണം ബാലചന്ദ്രൻ. എന്നിട്ട് പറയുന്നുണ്ട് ഇനി കൃഷ്ണ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് വൈജയ്ക്ക് നീയും എനിക്കും ഒക്കെ ആവേണ്ടത് എന്ന് പറയണം. അപ്പോൾ കൃഷ്ണമോൾക്ക് ആകെ ഇതൊക്കെ കേട്ടിട്ട് ആകെ എന്തൊക്കെയോ പന്തികേട് തോന്നുകയാണ്, എന്തായിരിക്കാം ഇവരിങ്ങനെ സംസാരിക്കുന്നത് എന്ന് മനസ്സിലാവുന്നില്ല കേട്ടോ. അപ്പോൾ കൃഷ്ണ ചോദിക്കുന്നുണ്ട് അച്ഛാ എനിക്ക് ആകെ പേടിയാകുന്നു, എന്താ ഇനി സംഭവിക്കാൻ പോകുന്നതെന്നൊന്നും അറിയത്തില്ല, ഇങ്ങനെ നമ്മൾ അലീന ചേച്ചിയും കൊണ്ട് ഹോട്ടലിലൊക്കെ റൂം എടുത്തു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അമ്മ അതിന് വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുണ്ടാക്കും എന്ന് പറയട്ടോ. ഒന്നും പറഞ്ഞുണ്ടാക്കത്തില്ല മോളെ, ഇനിയിപ്പോൾ എന്ത് പറഞ്ഞാലും എൻ്റെ മോളുണ്ടല്ലോ എൻ്റെ കൂടെ, എനിക്ക് അത് മാത്രം മതി, എൻ്റെ മോൾക്ക് എന്നെ വിശ്വാസമല്ലേ എന്ന് ചോദിക്കുകയാണ്. എനിക്ക് വിശ്വാസമാണ് അച്ഛാ, എനിക്ക് അച്ഛനെയും ചേച്ചിയും ഒക്കെ വിശ്വാസമാണ്, പക്ഷെ അവരെന്തെങ്കിലുമൊക്കെ പറഞ്ഞുണ്ടാക്കും, നമുക്ക് അലീന ചേച്ചിയെ തൽക്കാലം കുറച്ച് ദിവസത്തേക്ക് എങ്ങോട്ടെങ്കിലും ഒന്ന് മാറ്റി നിർത്താൻ അച്ഛാ എന്ന് പറയട്ടോ. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട് അങ്ങനെ മാറ്റി നിർത്താനായിരുന്നെങ്കിൽ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവരേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ, അലീനയെ ഒരിക്കലും എനിക്ക് മാറ്റി നിർത്താൻ പറ്റത്തില്ല എന്ന് തന്നെ പറയാണ് ബാലചന്ദ്രൻ. അച്ഛൻ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല, അച്ഛൻ എന്താ പറയണേ എന്ന് ചോദിക്കുക കേട്ടോ. ഒക്കെ ഞാൻ പറയാം മോള് വിഷമിക്കില്ല, ഞാൻ പറയാം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നീട് കുറച്ച് നേരം കഴിഞ്ഞ് കാണിക്കുന്നത് ബാലചന്ദ്രൻ അവിടെ ഇങ്ങനെ പുറത്ത് ഇങ്ങനെ മുറ്റത്ത് ഇങ്ങനെ പോയിരിക്കുക കേട്ടോ കസേരയിൽ. അപ്പോൾ ബാലചന്ദ്രനെ കാണാഞ്ഞിട്ട് കൃഷ്ണമോള് അങ്ങോട്ട് മുറ്റത്തേക്ക് ഇറങ്ങി ചെല്ലുന്നുണ്ട് കേട്ടോ. കൃഷ്ണമോള് മുറ്റത്തേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. അങ്ങനെ അപ്പോൾ ബാലചന്ദ്രൻ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണല്ലോ. അച്ഛനെന്താ ഇവിടെ ഒറ്റയ്ക്ക് വന്നിരിക്കുന്നത്, നല്ല തണുപ്പുണ്ടല്ലോ അച്ഛൻ അകത്തേക്ക് വന്നോടെ എന്ന് ചോദിക്കുമ്പോൾ വരാം എന്ന് പറയണേ. അച്ഛൻ ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്ന് ചോദിക്കുകയാണ് കൃഷ്ണമോള്. എന്താ ചോദിക്കുക എന്ന് പറയണേ. അതല്ല അച്ഛാ, അലീന ചേച്ചിയെ ഇങ്ങനെ നമ്മൾ കൂടെ നിർത്തി എത്ര ദിവസം നമ്മൾ ഇവിടെ താമസിക്കും എന്ന് ചോദിക്കുകയാണ് കൃഷ്ണമോള്. അപ്പോൾ കൃഷ്ണമോളുടെ ചോദ്യം ഒരു ന്യായമായ ചോദ്യമാണ്, എത്ര നാളിങ്ങനെ ഹോട്ടൽ റൂമിൽ റിസോർട്ടിൽ താമസിക്കാൻ കഴിയും എന്നുള്ളത്. ബാലചന്ദ്രൻ പറയുന്നുണ്ട് ഞാൻ അതൊന്നും തീരുമാനിച്ചില്ല, ഇവിടെ താമസിക്കാൻ ഇവിടെ ഒരു ദിവസമേ പറ്റത്തുള്ളൂ, കൂടിയാൽ 2 ദിവസം, എത്ര ദിവസം വേണമെങ്കിലും നമ്മൾ കാശ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ താമസിക്കാം, പക്ഷേ അത് ശരിയാവത്തില്ലല്ലോ, നമുക്കൊരു വീടെടുക്കണം, നമുക്കൊരു വീടെടുത്ത് അങ്ങോട്ടേക്ക് മാറണം എന്ന് പറയട്ടോ. എന്നാലും അച്ഛാ അലീന ചേച്ചിയെ കുറച്ച് നാളത്തേക്ക് മാറ്റിയിട്ട് നമുക്ക് വീട്ടിലേക്ക് പൊക്കൂടെ, ഇതൊരു പ്രശ്നമൊക്കെ സോൾവ് ആവുന്ന സമയത്ത് അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കി ചേച്ചിയെ വീട്ടിലേക്ക് കൊണ്ടുവരാം എന്ന് പറയുമ്പോൾ അങ്ങനെ കുറച്ച് നാളത്തേക്ക് മാറ്റി നിർത്തേണ്ട ആളൊന്നുമല്ല മോളെ അലീന എന്ന് പറയണം. അതെന്താ വെച്ചാൽ അച്ഛനെ അങ്ങനെ പറഞ്ഞത് എന്ന് പറയുമ്പോൾ നീ എങ്ങനെയാണോ എനിക്ക് അതുപോലെ തന്നെയാണ് അലീന എന്ന് പറയട്ടോ. പക്ഷേ ശരിക്കും അലീന ചേച്ചി നമ്മുടെ വീട്ടിൽ ആരുമല്ലല്ലോ, ഒരു ഹോം നേഴ്സായിട്ട് വന്നതല്ലേ, വീട്ടിലെ സെർവൻ്റായിട്ട് വന്നതല്ലേ എന്ന് പറയാണ് കൃഷ്ണമോള്. അതെ, അത് അവളുടെ ഗതികേട് കൊണ്ടാണ് അവൾക്ക് അങ്ങനെ ആ വീട്ടിലേക്ക് വരേണ്ടി വന്നത്, സ്വന്തം വീട്ടിലേക്ക് ഒരു വേലക്കാരിയായിട്ട് അല്ലെങ്കിൽ ഒരു ഹോം നേഴ്സായിട്ട് വരേണ്ടി വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും വലിയ ഗതികേടാണ് എന്ന് പറയട്ടോ. സ്വന്തം വീടോ, അച്ഛൻ എന്താ പറയുന്നത്, അത് അലീന ചേച്ചിയുടെ സ്വന്തം വീടാണോ എന്ന് ചോദിക്കുക കേട്ടോ. അപ്പോൾ ബാലചന്ദ്രൻ്റെ മകളാണോ എന്നുള്ള ഒരു രീതിയിലാണ് വരുന്നത് കേട്ടോ. അപ്പോൾ അച്ഛൻ നേരത്തെ അവിടെ എഴുതിയത് ഡോട്ടർ എന്നാണ്, അച്ഛൻ്റെ മകളാണോ അലീന ചേച്ചി എന്ന് ചോദിക്കുമ്പോൾ അതെ നീ എൻ്റെ മോളല്ലേ, അതുപോലെ എൻ്റെ സ്വന്തം മോള് തന്നെയാണ് അലീന എന്ന് പറയാട്ടോ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, അച്ഛൻ ഇത് വെറുതെ പറയുന്നതാണ്, അച്ഛൻ്റെ മക്കളായിട്ട് ഞങ്ങൾ 3 പേരും മാത്രമേ ഉള്ളൂ, അച്ഛൻ വേറെ ഒരു മകളുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ വിശ്വസിക്കത്തൊന്നുമില്ല എന്ന് പറയട്ടോ. ശരിയാണ്, എനിക്ക് ബയോളജിക്കലി എനിക്ക് 3 മക്കൾ മാത്രമേ ഉള്ളൂ, പക്ഷേ എനിക്ക് പിറക്കാതെ പോയ എൻ്റെ മകളാണ് അലീന എന്ന് പറയട്ടോ. അച്ഛൻ എന്താ പറയണേ ഒന്ന് വ്യക്തമാക്കി പറയാം, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് കൃഷ്ണൻ പറയുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്
അതേ മോളെ, ഞാനൊരു കാര്യം പറഞ്ഞാൽ നീ മനസ്സിൽ വെച്ചേക്കണം. തൽക്കാലം അലീന ചേച്ചിയോട് പോലും ഇത് അറിഞ്ഞതായിട്ട് ഭാവിക്കരുത് എന്ന് പറയട്ടോ. ഇല്ല അച്ഛാ, അച്ഛൻ കാര്യം പറ, എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ്. അലീന ചേച്ചി നിൻ്റെ സ്വന്തം ചേച്ചിയാണ് മോളെ എന്ന് പറയണം. എൻ്റെ സ്വന്തം ചേച്ചിയാണെന്നോ? എന്താ അച്ഛൻ ഉദ്ദേശിക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറയുമ്പോൾ, നിൻ്റെ അമ്മ പ്രസവിച്ച നിൻ്റെ സ്വന്തം ചേച്ചിയാണ് അലീന എന്ന് പറയട്ടോ. അത് കേട്ടിട്ട് കൃഷ്ണ ആകെ ഷോക്കാവുന്നുണ്ട്. അച്ഛൻ എന്താ പറയുന്നത്? അമ്മ പ്രസവിച്ച മോളാണ് അലീന എന്നോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അച്ഛൻ. അച്ഛൻ എന്താ തമാശ പറയാണോ? അച്ഛൻ എന്തൊക്കെയാണ് പറയണത് എന്ന് ചോദിക്കുമ്പോൾ, അതേ മോളെ, അച്ഛനുമായിട്ടുള്ള വിവാഹത്തിന് മുൻപ് നിൻ്റെ അമ്മ ഒരു പെൺകുഞ്ഞിനെ പ്രസവിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയണം. ആ പ്രസവിച്ച പെൺകുഞ്ഞാണ് അലീന എന്ന് പറയട്ടോ. കൃഷ്ണയ്ക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് കേട്ടിട്ട് വിശ്വസിക്കാൻ കഴിയുന്നില്ല കേട്ടോ. കൃഷ്ണ ആകെ തകർന്നു പോകണം. അച്ഛാ, ഇത് സത്യമാണോ? അച്ഛൻ ഇത് എങ്ങനെയാണ് അറിഞ്ഞത്? അയ്യോ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അമ്മയ്ക്ക് ഇത് അറിയത്തില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ, ഒരിക്കലും നീ അമ്മയോട് ഈ കാര്യം പറഞ്ഞു പോകരുത്. പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അച്ഛനെ നീ ജീവനോടെ കാണില്ല എന്ന് പറയാണ് ബാലചന്ദ്രൻ. അറിയാലോ, ഞാൻ ആത്മഹത്യ ചെയ്യണമെന്ന് വിചാരിച്ച മനുഷ്യനാണ് ഈ സംഭവം അറിഞ്ഞതിൽ പിന്നെ അല്ലെങ്കിൽ നിൻ്റെ അമ്മയെ കൊല്ലണമെന്ന് വിചാരിച്ചു. പക്ഷേ ദൈവം അതൊക്കെ മാറ്റി എൻ്റെ ലൈഫിൽ എനിക്ക് തന്നെ ഒരു പണി തന്നു, ഹാർട്ട് അറ്റാക്കിൻ്റെ രീതിയിൽ. പക്ഷെ അവിടെയും എന്നെ രക്ഷിക്കാനെത്തിയത് അലീനയാണ് എന്ന് പറയണം. അതുകൊണ്ട് ശരിക്കും നിൻ്റെ അമ്മയുടെ മകളല്ല അലീന, എൻ്റെ മകളാണ് എന്ന് പറയണം ബാലചന്ദ്രൻ. അച്ഛാ, എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അലീന ചേച്ചി എൻ്റെ സ്വന്തം ചേച്ചിയാണെന്നോ? എൻ്റെ അമ്മ പ്രസവിച്ച മകളാണെന്നോ? അയ്യോ ദൈവമേ, എന്തൊക്കെയാ ക്രൂരതകളാണ് അമ്മ ചേച്ചിയോട് കാണിച്ചിട്ടുള്ളത്. അതും സ്വന്തം മകളാണെന്നറിയാതെ. ശരിക്കും അമ്മയോട് ഇതൊക്കെ പറയേണ്ടേ അച്ഛ എന്ന് പറയുമ്പോൾ, ഒരു അക്ഷരം പറഞ്ഞു പോകരുത് നീ നിൻ്റെ അമ്മയോട്. പിന്നെ നിനക്ക് നിൻ്റെ അമ്മയെയും കിട്ടും, നിൻ്റെ ചേച്ചിയെയും കിട്ടും, നിങ്ങൾക്ക് സന്തോഷമായിട്ട് ജീവിക്കാം. പക്ഷേ പിന്നെ അവിടെ അച്ഛനുണ്ടാവത്തില്ല. അച്ഛനെ അന്വേഷിച്ച് വന്നേക്കരുത്. അച്ഛൻ ഈ ഭൂമിയിൽ തന്നെ ഉണ്ടാവത്തില്ല എന്ന് പറയണം. അച്ഛ എന്നാലും എന്ന് പറയുമ്പോൾ, ഒരു എന്നാലും ഇല്ല മോളുവാ, നമുക്ക് റൂമിലേക്ക് പോകാം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവർ റൂമിലേക്ക് പോവുകയാണ്. അങ്ങനെ റൂമിലേക്ക് പോകുമ്പോൾ അലീന റൂമിൽ ഇങ്ങനെ ആകെ വിഷമിച്ച് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അലീന നീ കിടന്നില്ലേ ഇതുവരെ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല സാർ, ഞാനിവിടെ കിടന്നോളാം എന്ന് പറയട്ടോ. അപ്പോൾ അലീന താഴെ കിടക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, താഴെ കിടക്കേണ്ട, മുകളിൽ തന്നെ കയറി കിടക്ക്. ഇന്ന് അച്ഛനും മക്കളും കൂടെ ഒരു ബെഡിൽ കിടന്നു എന്ന് ഓർത്തിട്ട് ഒരു കുഴപ്പമൊന്നും വരത്തില്ല, നമുക്ക് 3 പേർക്കും കൂടെ ഈ ബെഡിൽ കിടക്കാം എന്ന് പറയണം. അപ്പോൾ കൃഷ്ണയാണെങ്കിൽ ആകെ കരഞ്ഞ് തളർന്ന് ഇങ്ങനെ വരിക കേട്ടോ. അങ്ങനെ ആ സമയത്ത് അവർ ഓർഡർ ചെയ്ത ഭക്ഷണം വരുന്നുണ്ട് കേട്ടോ, രാത്രിയിലേക്കുള്ള ഭക്ഷണം വരുന്നുണ്ട്. ഇനി നമുക്ക് ഭക്ഷണം കഴിക്കാമെന്ന് പറയുമ്പോൾ ആർക്കും ഭക്ഷണം ശരിക്കും ഇറങ്ങുന്നില്ല കേട്ടോ കഴിക്കാനായിട്ട്. അലീന ഭയങ്കര സങ്കടത്തിലാണ്. അങ്ങനെ കൊണ്ടുവന്ന ഭക്ഷണം ഒരുവിധം ബാലചന്ദ്രൻ തന്നെ നിർബന്ധിച്ച് അലീനയെ കൊണ്ടും കൃഷ്ണമോളെ കൊണ്ടും കഴിപ്പിക്കുകയാണ്. അങ്ങനെ അതിനുശേഷം അലീനയാണെങ്കിൽ ആ പാത്രങ്ങളൊക്കെ എടുത്ത് അവിടെയൊക്കെ ഒന്ന് ക്ലീനാക്കി അവിടെയൊക്കെ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അലീന കൈ കഴുകാനൊക്കെ ആയിട്ട് വാഷ്റൂമിൽ പോയ സമയത്ത് കൃഷ്ണമോൾ ഇങ്ങനെ സങ്കടപ്പെട്ട് ഇങ്ങനെ വിൻഡോൻ്റെ അടുത്ത് ഇങ്ങനെ മാറി നിൽക്കുക കേട്ടോ. എന്ത് പറ്റി മോളെ, നീ എന്താ ഇങ്ങനെ മാറി നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ, അച്ഛാ എനിക്ക് എവിടെയെങ്കിലും പോയി ഒന്ന് പൊട്ടിക്കരയണം എന്ന് പറയാട്ടോ. എന്നിട്ട് ബാലചന്ദ്രൻ അവളെ കെട്ടിപ്പിടിക്കുന്നുണ്ട്, എൻ്റെ മോളെ എന്നും പറഞ്ഞുകൊണ്ട്. അച്ഛാ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അച്ഛാ, എന്തൊക്കെ ക്രൂരതകളാണ് അച്ഛാ അമ്മ ചേച്ചിയോട് ചെയ്തിട്ടുള്ളത്, അതും സ്വന്തം മോളാണെന്നറിയാതെ എന്തെല്ലാം ദ്രോഹങ്ങൾ ചെയ്തിട്ടുണ്ട് അച്ഛാ. ഈ പാപമൊക്കെ അമ്മ എവിടെ കൊണ്ടുപോയി തീർക്കും അച്ഛാ, നമുക്ക് അമ്മയോട് പറയാം അച്ഛാ, എന്നാലെങ്കിലും അമ്മ സമ്മതിക്കുമല്ലോ അലീന ചേച്ചിയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ എന്ന് പറയുമ്പോൾ, അമ്മ ഈ വിവരം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അച്ഛൻ ആ വീട്ടിൽ ഉണ്ടാവത്തില്ല മോളെ എന്ന് പറയണ ബാലചന്ദ്രൻ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കൃഷ്ണമോൾ ഇപ്പോൾ ശരിക്കും പെട്ടൊരവസ്ഥയിലാണ്. കാരണം സത്യം എന്താണെന്ന് അറിയുകയും ചെയ്തു. ഇനിയിപ്പോൾ അമ്മയോടോ ആരോടും പറയാനും പറ്റത്തില്ല. ആ ഒരു സങ്കടത്തിലാണ്. അലീന തൻ്റെ സ്വന്തം ചേച്ചിയാണെന്നുള്ള ആ സത്യം അറിഞ്ഞതിലുള്ള സന്തോഷമുണ്ട്, പക്ഷേ ഇങ്ങനെ ഒരു സങ്കടവും കൂടി നിൽക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ കേട്ടോ. വൈജയന്തി ആണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് നടക്കുകയാണ്. ഒരു രാത്രി മുഴുവനും ബാലചന്ദ്രനെയും അതുപോലെ കൃഷ്ണമോളെയും കുറിച്ച് യാതൊരു വിവരവും ഇല്ലാത്തത് കാരണം കേട്ടോ. അങ്ങനെ വൈജയന്തി മുത്തശ്ശിയുടെ റൂമിലേക്ക് ചെല്ലുന്നുണ്ട്. മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, ബാലചന്ദ്രൻ വന്നോ വൈജയൻ ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയട്ടോ. ബാലചന്ദ്രൻ എവിടെയാണ് പോയത്, കൃഷ്ണമോളും പോയേക്കല്ലേ എന്ന് ചോദിക്കണം. എനിക്കറിയില്ല അമ്മേ എന്ന് പറയണം. അപ്പോൾ വൈജയൻ നന്നായിട്ട് വഴക്ക് പറയുന്നുണ്ട് കേട്ടോ. മുത്തശ്ശി, നീ ഒറ്റ ഒരുത്തി കാരണമാണ് ഇതൊക്കെ സംഭവിച്ചത്. ബാലചന്ദ്രൻ പറഞ്ഞതല്ലേ അലീനയെ പറഞ്ഞയക്കരുത് എന്ന്. ആ വാക്ക് നിനക്ക് കേട്ടാൽ എന്തായിരുന്നു കുഴപ്പം? എന്തെങ്കിലും കാരണം ഉണ്ടായിട്ടായിരിക്കും ബാലചന്ദ്രൻ അങ്ങനെ പറയുന്നത്. ഒന്നുമില്ലെങ്കിലും അയാളൊരു ഹാർട്ട് പേഷ്യൻ്റ് ആണ് എന്നുള്ളത്
ഒരു അസുഖക്കാരനാണ് എന്നുള്ളത് നിനക്ക് പരിഗണിച്ചുകൂടെ എന്ന് പറഞ്ഞ് അങ്ങനെ ദേഷ്യം പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ബാലചന്ദ്രൻ ആദ്യമേ പറഞ്ഞതാണ് അലീനെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കുകയാണെങ്കിൽ ഉടനെ തന്നെ അയാളും വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമെന്ന് പറഞ്ഞതാണ്. നിങ്ങൾ അതൊന്നും ചെവി കൊണ്ടില്ല. ആ വാക്കിന് നിങ്ങൾ പുല്ല് വില കൽപ്പിച്ചു. ഇപ്പോൾ അങ്ങനെ തന്നെ സംഭവിച്ചില്ലേ? ഇനിയിപ്പോൾ ബാലചന്ദ്രൻ ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്നില്ലെങ്കിൽ നീ എന്ത് ചെയ്യും വൈജയ് എന്ന് ചോദിക്കുകയാണ്. അത് കേട്ടപ്പോൾ വൈജയന്തിക്ക് ആകെ ഷോക്കാവുന്നുണ്ട്, ആകെ ഞെട്ടിപ്പോവാണ്. അമ്മയൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ സമാധാനമില്ല. അമ്മയുടെ അടുത്ത് വന്ന് എന്തെങ്കിലും സമാധാനം കിട്ടുമെന്ന് ഓർത്താണ് ഇങ്ങോട്ടേക്ക് വന്നത്. ഇവിടെ വന്നപ്പോൾ അമ്മ കൂടുതൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഉള്ള സമാധാനം കൂടി കളയാണ് ചെയ്യുന്നത്. ഞാൻ പോവാണ് എന്ന് പറഞ്ഞുകൊണ്ട് വൈജയന്തി റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പോവാട്ടോ. അങ്ങനെ സിറ്റ് ഔട്ടിൽ വന്നിരിക്കുന്നുണ്ട്. ആകെ വിഷമിച്ച് ഇങ്ങനെ തലയും താഴ്ത്തി അങ്ങനെ ഇരിക്കുകയാണ് വൈജയന്തി. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? എവിടെ പോയി ബാലചന്ദ്രനെ അന്വേഷിക്കും, കൃഷ്ണമോളെ അന്വേഷിക്കും എന്ന് അറിയാഞ്ഞിട്ട് ആകെ വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ എന്താണെങ്കിലും നാളത്തെ എപ്പിസോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെയധികം ഹൃദയസ്പർശിയായിട്ടുള്ളൊരു എപ്പിസോഡാണ്. കാരണം കൃഷ്ണമോളുടെ അടുത്ത് ബാലചന്ദ്രൻ എല്ലാ കാര്യങ്ങളും തുറന്ന് പറയുന്ന ഒരു എപ്പിസോഡാട്ടോ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം കൃഷ്ണമോള് ബാലചന്ദ്രനും അലീനയ്ക്കും വേണ്ടി കട്ടയ്ക്ക് സപ്പോർട്ടായിട്ട് കൂടെ നിൽക്കുന്നുണ്ട്. പിന്നെ വൈജയ്ക്ക് എതിർത്ത് നന്നായിട്ട് എതിർത്ത് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ കൃഷ്ണമോള് പിന്നീട്. അപ്പോൾ എന്താണെങ്കിലും ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്.